ഡ്രൈവർ വണ്ടി ചേർത്ത്. മിസ്റ്റർ കരുണാകരൻ നായർ. കുമാരൻ നായർ. സോറി, കുമാരൻ നായർ. ബിസിനസ് ഒക്കെ എങ്ങനെ? ഗംഭീരമായിട്ട് നടക്കുന്നു. നമ്മുടെ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ വെച്ച് നടക്കുന്നുണ്ടല്ലോ. പിന്നെ ഇവിടെ ഇപ്പൊ ഈ നടന്ന് എന്റെ ഈ കാറ് കേടായി. അപ്പൊ ഈ റെയിൽവേ സ്റ്റേഷൻ വരെ. അപ്പൊ ഞാൻ കൊണ്ടുവിടാം. സാരമില്ല, നടക്ക. ഞാൻ കൊണ്ടുവിടാമെന്നേ. റെയിൽവേ സ്റ്റേഷൻ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ കൊണ്ടാക്കുന്ന കാര്യം ഞാൻ ഏറ്റു. വാക്കബിൾ ഡിസ്റ്റൻസ്. അത് പാടും. ഓക്കെ. അല്ല, ഇത് പോലീസ് സ്റ്റേഷൻ അല്ലേ? കുഴപ്പമില്ലെന്നേ. എനിക്ക് പോകേണ്ടത് റെയിൽവേ സ്റ്റേഷനല്ല. അതെ, എന്റെ ഒരു ഫ്രണ്ടാ ഇവിടുത്തെ ഇൻസ്പെക്ടർ. വാ, വന്നാട്ടെ. ടൈം കുഴപ്പമില്ലെന്ന്. സാർ, എനിക്ക് സമയം എടുത്തു. അതെ, സമയം അടുത്തുന്നേ. വാ. ഇൻസ്പെക്ടർ, ഇതാ ഞാൻ പറഞ്ഞ ആള്, കുമാരൻ നായർ. പോലീസ് വേഷം, പട്ടാള വേഷം. എന്താ കേസ്? ഒന്നല്ലടാ, ഒരുപാടുണ്ട്. നിന്നെ എന്റെ കയ്യിലേക്ക് കിട്ടാൻ കാത്തിരിക്കായിരുന്നില്ലേ? അവളെ പോടെ. എടാ, നിന്നെ ഞാൻ എത്ര കാലം അന്വേഷിച്ച് നടക്കണമെന്ന് അറിയാമോ? നീ പോലീസുകാരന്റെ കണ്ണിൽ പൊടിയിട്ട് രക്ഷയോടല്ലടാ റാസ്കൽ. നീ ഇതുപോലെ വേഷം കെട്ടി എത്ര മോഷണം നടത്തി, എത്ര കൊലപാതകം നടത്തി, എല്ലാം ഞാൻ തെളിയിക്കൂടാ. നീ കുടിച്ച മുലപ്പാൽ ഞാൻ ഇടിച്ച് പുറത്തു കൊണ്ടുവരും. പറയടാ, നീ റിപ്പറല്ലേ? നിന്റെ മീശ കണ്ടാൽ അറിയാവടാ നീ റിപ്പറാണെന്ന്. ഇൻസ്പെക്ടർ, ഞാൻ ഇറങ്ങുന്നു. നിങ്ങൾക്ക് ഒരുപാട് കേസ് കളിക്കാൻ കാണുമല്ലോ. ഞാൻ പിന്നെ എന്റെ ചെക്കിന്റെ കാര്യം ശരിയായില്ലെന്ന് അറിയിച്ചേക്കണം. ഇവിടെ വാടാ. റിപ്പറാണെന്ന് നിന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് എന്റെ പ്രമോഷന്റെ പ്രശ്നമാടാ. നിന്നെ കൊണ്ട് ഞാനത് പറയിപ്പിക്കും. പറയടാ, നീ റിപ്പറല്ല? അല്ലേ? അല്ലടാ. ഞാൻ റിപ്പറാ. ഞാൻ തന്നെ റിപ്പറാ. സാറിനെ വിളിപ്പിച്ചത് പുതിയ വല്ല നിർദ്ദേശങ്ങൾക്കും ആണെങ്കിൽ. ആ കള്ളൻ കുമാരൻ നായരെ പിടിച്ചു. എന്നിട്ട് ആ തെണ്ടിയെ ഇടിച്ച് ചമ്മന്തിയാക്കാൻ പോലീസിനോട് പറഞ്ഞു. അയാൾ ഒന്നും പറഞ്ഞില്ലേ? ആദ്യം കുറെ ഇടിക്കട്ടെ കള്ളറാസ്കൽ. വിവരങ്ങൾ അറിയിക്കാൻ ഇൻസ്പെക്ടറോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ലല്ലോ? ഉടനെ അറിയും. ഇനി അധികം സമയമില്ല. ഒരു 10,000 രൂപ കൂടി വേണല്ലോ എന്റെ ഈശ്വര.